പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, അതിപരിശുദ്ധവും അനുഗ്രഹീതവുമായ ഒരു ദിവസം കൂടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം അവസരം തരികയാണ്. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന പരിശുദ്ധമായ സമയമാണിത്. ഞാനും നിങ്ങളും ബലഹീനതയുള്ളവരാണ്, തിന്മയുള്ളവരാണ്, അശുദ്ധിയില്ലാതെ ആരുമില്ല. എന്നാൽ നാം ദൈവസന്നിധിയിൽ എപ്പോഴൊക്കെ വരുന്നോ അപ്പോഴെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നത് എൻ്റെ കർത്താവും ദൈവവുമായുള്ളവേ, എൻ്റെ മഹാപാപം ക്ഷമിച്ചു തരണമേ എന്നുള്ളതാണ്. അവൻ എൻ്റെ രക്തം കൊണ്ട് നമ്മുടെ പാപം ക്ഷമിച്ചു തരും. പ്രിയപ്പെട്ടവരെയും, യേശുവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുവാനുള്ള നാഴിക, യേശുവിൻ്റെ പുണ്യപ്പെട്ട രക്തം നമ്മെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിച്ച് ബ്ലസ് ചെയ്യുന്ന സമയം, ക്രൂശിൽ നിന്ന് നമുക്ക് വേണ്ടിയും ഒഴുക്കിയ രക്തത്തിൻ്റെ ഐശ്വര്യത്താൽ ജീവിതം ആരംഭിക്കുവാൻ ഒരിക്കൽ കൂടി തീരുമാനമെടുക്കുകയും സമർപ്പണമെടുക്കുകയും ചെയ്യുന്ന അതിപരിശുദ്ധമായ സമയം. നമ്മുടെ ഭവനത്തെ നമുക്ക് ഈ സമയം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹമായി മാറുവാൻ, അവർക്ക് പഠിക്കാനുള്ള ജ്ഞാനം കിട്ടുവാൻ, ബുദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും ലഭിപ്പാൻ, അവർ ഒരു അനുഗ്രഹമായി മാറുവാൻ യേശുവിൻ്റെ പൊന്നുകരങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജോലി മേഖലകളെയും നമ്മുടെ ആരോഗ്യ മേഖലകളെയും നമ്മളായിരിക്കുന്ന സകല വഴികളെയും യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനുള്ള നാഴികയാണ്. നമ്മുടെ കുടുംബത്തെ നമുക്കുള്ളതിനെല്ലാം യേശുവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. വിനയത്തോടുകൂടി കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി, നാഥ നിന്റെ കരുണ എനിക്ക് തരണമേ എന്നുള്ള ഏകചിന്തയോടുകൂടെ നമുക്ക് എല്ലാവർക്കും ലോകം മുഴുവനായി പല സമയങ്ങളിലായിരുന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ദൈവമക്കളെ നമുക്കായിരിക്കാം. ദൈവം നമ്മെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ സ്നേഹം കൊണ്ട് ഒരുമിപ്പിക്കട്ടെ. ദൈവം തന്റെ കരുണ കൊണ്ട് നമ്മെ വലുതാക്കട്ടെ. ദൈവത്തിന്റെ തേജസ് ഒരുപാട് വലുതാണ്. ആ തേജസ് കണ്ടുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കുകയും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മറ്റുള്ള അനേകരിലേക്ക് ഇത് പകർന്നു കൊടുക്കുകയും അനേക ആളുകൾ ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ ദൈവ തിരുസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ സംഗതി വരികയും ചെയ്യുവാൻ നിങ്ങൾ ഓരോരുത്തരും ഈ ശുശ്രൂഷ അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായി ശുദ്ധിമുള്ള ഏക ദൈവത്തിന്റെ തിരുനാമത്തിനേക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ആകാശവും ഭൂമിയും തന്റെ സ്തുതികളാൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനെ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനെ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു.
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കൃപ ചെയ്യുന്ന മശിഹാരാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ണു സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി ഞങ്ങളുടെ കർത്താവായ യേശു മശീഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യക മർദ്ദമറിയമേ, തമ്പുരാനെ പറ്റിയ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. കരുണയുള്ള ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായവനെയും അനുഗ്രഹീതമായ നാഴികയ്ക്കും സമയത്തിനുമായിട്ട് നന്ദി പറയുന്നു. അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഞങ്ങൾ ചെയ്തതായ ചെറുതും വലുതുമായ ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുമാറാകണമേ. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കർത്താവേ, നീ ഞങ്ങളെ അടുപ്പിച്ച് വേർതിരിച്ച് അനുഗ്രഹിച്ച് നിർത്തുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ജോലി മേഖലകളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ദൈവകൃപ ഞങ്ങളിൽ ഇറങ്ങി വ്യാപരിപ്പാൻ സംഗതിയാകണമേ. ഞങ്ങളോട് കരുണ കാണിക്കണമേ. നിന്റെ രക്തം കൊണ്ട് ഞങ്ങൾ ശിരസ് മുതൽ പാദം വരെയും കഴുകണമേ. ഞങ്ങളൊരു പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടണമേ. പാപത്തോട് യാത്ര പറഞ്ഞവരും അശുദ്ധിയോട് യാത്ര പറഞ്ഞവരും വിശുദ്ധ അനുഗ്രഹീത രാജകീയ പുരോഹിത വർഗമായി അത്ഭുത പ്രകാശത്തിൽ വസിക്കുന്നവരും നടക്കുന്നവരും യേശുവിന്റെ സാക്ഷികളും ദൈവകൃപ കൊണ്ട് നിറഞ്ഞവരും കർത്താവിന്റെ മഹത്വത്തെ ഉദ്ഘോഷിക്കുന്നവരുമായി മാറുവാൻ ഇന്ന് തിരുവചനം നൽകണമേ. പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കണമേ. ഞങ്ങൾക്ക് മാനസാന്തരം നൽകണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവത്തെ നമുക്ക് വാഴ്ത്താം. ഇന്ന് ഈ സമയം നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 126 ഈ സങ്കീർത്തന ഭാഗങ്ങൾ വായിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുള്ളവരായി നിറഞ്ഞവരായി അനുഗ്രഹിക്കപ്പെട്ടവരായി നമുക്ക് മാറാം. ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ഏറെ വിനയത്തോടുകൂടെ നമുക്ക് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, 126 സങ്കീർത്തനം. കർത്താവ് ഭവനം പണിയാതിരുന്നാൽ അതിനെ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. കർത്താവ് പട്ടണം കാക്കാതിരുന്നാൽ അതിന്റെ കാവൽക്കാർ വൃഥ ജാഗരണം ചെയ്യുന്നു. അതികാലത്ത് എഴുന്നേൽക്കുകയും കിടപ്പാൻ താമസിക്കുകയും ആകുല ചിന്തകളോടെ അപ്പം ഭക്ഷിക്കുകയും ചെയ്യുന്നവർ വൃദ്ധരാകുന്നു. എന്നാൽ കർത്താവ് തന്റെ വാത്സല്യന്മാർക്ക് ഉറക്കം കൊടുക്കുന്നു. മക്കൾ കർത്താവിൽ നിന്നുള്ള ഓഹരിയും ഗർഭബലം തങ്കിൽ നിന്നുള്ള കൂലിയുമാകുന്നു. യൗവനത്തിലെ മക്കൾ ബലവാന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെ ആയിരിക്കുന്നു. ഇവയാൽ തന്റെ യാപനാഴിയെ നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. വാതുക്കൽ വച്ച് ശത്രുവിനോട് സംസാരിക്കുമ്പോൾ അവൻ ലജ്ജിക്കുകയില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും, നമ്മുടെ ചിന്താവിഷയം ലജ്ജിച്ചു പോകാത്ത ഒരു ജീവിതം എന്നുള്ളതാണ്. ഈ ലോകത്ത് നമുക്ക് പല രീതിയിലുള്ള യുദ്ധങ്ങളിൽ ഏർപ്പെടേണ്ടതായി വരും. യുദ്ധം എന്ന് പറയുന്നത് രാജ്യത്തോടും
മനുഷ്യരോടും ചെയ്യുന്ന യുദ്ധമല്ല. എഫീസ്യ ലേഖനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു ചിന്തയുണ്ടല്ലോ, നമുക്ക് യുദ്ധമുള്ളത് ഈ ലോകത്തുള്ളതിനോടുമല്ല, ദുഷ്ടാത്മസേനയോടാണ്, പൈശാചിക ശക്തികളോടാണ്, ദുരാത്മസേനയോടാണ്. പ്രിയപ്പെട്ടവരെയും, മാനുഷിക യുദ്ധങ്ങൾ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. സമാധാനം ഉണ്ടാക്കുവാനാണ് തമ്പുരാൻ കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ സമാധാനമാണ് ദൈവത്തിന് ഇഷ്ടമുള്ള സംഗതിയും. എന്നാൽ യുദ്ധം നമുക്കുണ്ട്. പടചേർത്തവൻ എന്നൊരു വാക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ നമുക്ക് സാധിക്കും. പടചേർത്തവൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് യുദ്ധം ചെയ്യുവാൻ ഒരുക്കി വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. നമ്മളെ ആ പടക്കളത്തിലേക്ക് ചേർത്തവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. നമുക്കുള്ള യുദ്ധം എന്ന് പറയുന്ന ലോകത്തുള്ള ഒന്നിനോടുമല്ല, മറിച്ച് ദുഷ്ടാത്മസേനയോടാണ്, പൈശാചിക ശക്തിയോടാണ്, ദുരാത്മാവിനോടാണ്. നമ്മെ നശിപ്പിക്കുവാൻ തക്കം പാർത്ത് ആരെ വീഴുകേണ്ടെന്ന് നടക്കുന്ന ദുഷ്ടാത്മസേനയും പൈശാചിക ശക്തിയോടുമാണ്. പ്രിയപ്പെട്ടവരെ, ആ പൈശാചിക ശക്തിയെ ജയിക്കുവാൻ നമുക്ക് നമ്മുടെ കഴിവിൽ ആശ്രയിച്ചാൽ സാധ്യമാകുകയില്ല. എന്നാൽ പിശാചിനെ തോൽപ്പിച്ച് നമ്മുടെ മുമ്പിൽ മാതൃകയാക്കി നമുക്ക് ജയത്തിന്റെ വഴി തെളിച്ചു തന്ന കർത്താവിനെ നാം ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്ന വാക്ക് എത്രയോ ശ്രദ്ധേയമാണ്. നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിച്ചുകൊള്ളുക. ശത്രുവിനെ തോൽപ്പിക്കുവാനും അവനോട് യുദ്ധം ചെയ്യുവാനും അവനെ ജയിക്കുവാനും ഏക വഴി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഇതിന്റെ മറ്റൊരു ഭാഷയാണ് അപ്പോസ്തല പ്രവൃത്തികളിലൂടെ പറഞ്ഞത്. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഒരൊറ്റ നാമം മാത്രമേ ഉള്ളൂ, ആ യേശു ക്രിസ്തുവിന്റെ നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, തകർന്നവരായിട്ടായിരിക്കും ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത്. ഈ ലോക ജീവിതത്തിൽ പല രീതിയിലുള്ള യുദ്ധങ്ങൾ, രോഗമാകാം, പീഡയാകാം, സാമ്പത്തിക ക്ലേശമാകാം, മാനസിക ബുദ്ധിമുട്ടുകളാകാം, സുഹൃത്തുക്കൾ തമ്മിലുള്ള വൈരാഗ്യമാകാം, വിവിധ തലങ്ങളിലും തരങ്ങളിലും മേഖലകളിലുമുള്ള യുദ്ധങ്ങളിൽ പരാജയപ്പെട്ടവരായി ആളുകളായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ പ്രാർത്ഥിക്കുവാൻ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ദൈവമക്കള്. പ്രിയപ്പെട്ടവരെ, തകർന്നവരും തളർന്നവരും നിങ്ങൾ നിരാശപ്പെട്ട് തീരാനുള്ളവരല്ല. നിങ്ങൾ വന്നിരിക്കുന്നത് പടചേർത്തവനായ കർത്താവിന്റെ തിരുസന്നിധിയിലാണ്. യുദ്ധക്കളത്തിലേക്ക് ഒരുക്കി വെച്ചതായ കർത്താവിന്റെ തിരുസന്നിധിയിലാണ്. യുദ്ധം ചെയ്യാൻ പഠിപ്പിച്ച കർത്താവിന്റെ തിരുസന്നിധിയിലാണ്. പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച കർത്താവിന്റെ തിരുസന്നിധിയിലാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചും യുദ്ധത്തിന് സജ്ജരാക്കിയ യേശുവിന്റെ തിരുസന്നിധിയിലാണ് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ 2-3 പേർ കൂടുന്നതിന് മധ്യേ വരുന്നവനാണ്, വന്നവനാണ്. ഇപ്പോൾ എഴുന്നള്ളി വന്നിട്ടുണ്ട്. അവന്റെ കരം ഒരു നാളും കുറുകിപ്പോയിട്ടില്ല, കുറുകിപ്പോകത്തുമില്ല. അവൻ ചതഞ്ഞ ഓടയെ ഒടിച്ചു കളയില്ല, പുകയിൽ നിന്ന് തിരികെ കെടുത്തിക്കളയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് യുദ്ധമുണ്ട്, നമുക്ക് യുദ്ധമുണ്ട്. യുദ്ധത്തിൽ തകർന്നവർ എത്ര പേരുണ്ട്. നിങ്ങൾ വേദനിക്കേണ്ട. നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന കർത്താവിതാ ഇവിടെ ആഗതനായിട്ടുണ്ട്. ഹല്ലേലൂയ. യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്നവർ നിങ്ങൾ ശക്തിയെ ധരിച്ചുകൊള്ളുക. നിങ്ങൾ ഇരിക്കുന്നത് ശക്തി പകരുന്നവന്റെ അരികിലാണ്. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന വചനം പോലെ ബലത്തോടെ, ശക്തിയോടെ, അനുഗ്രഹത്തോടെ എഴുന്നേൽക്കാൻ സാധ്യമാകുന്ന ദൈവത്തിന്റെ തിരുസന്നിധിയിലാണ് ദൈവമക്കളെ നമ്മൾ വന്നു ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് പരാജയം നിങ്ങളുടെ മുമ്പിൽ ഇല്ല, നിരാശ നിങ്ങൾക്ക് ആവശ്യമില്ല, സങ്കടം നിങ്ങൾക്ക് ആവശ്യമില്ല. കരുതുന്നവൻ, പരിപാലിക്കുന്നവൻ, വഴി നടത്തുന്നവൻ, നേർവഴി കാണിക്കുന്നവൻ, അഖിലാണ്ടത്തിന്റെ ഉടയവൻ, സകലത്തെ സൃഷ്ടിച്ചവൻ, സകലത്തെ നിർമ്മിച്ചവൻ, പരിശുദ്ധൻ. ഹല്ലേലൂയ. പറഞ്ഞില്ലവരും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ കർത്താവ് നമ്മുടെ മധ്യ എഴുന്നള്ളി വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അനേക സുവിശേഷകർ, അനേക ദൈവവേലക്കാർ, അനേക സംഘടനകൾ, അനേക ദൈവത്തിന്റെ ആത്മാവ് സ്വീകരിച്ച് യാത്ര തിരിച്ചവർ തളർന്നു പോയിരിക്കുന്നു. ഈ കൂട്ടായ്മ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തകർന്നും തളർന്നും ഇരിക്കുന്നവർ ബലം പ്രാപിപ്പാൻ വീര്യത്തോടെ, ബലത്തോടെ, ശക്തിയോടെ, അനുഗ്രഹത്തോടെ, വിശുദ്ധിയോടെ, ഹല്ലേലൂയ, ഏറെ അനുഗ്രഹത്തോടെ പോകുവാൻ നമുക്കൊരു ആഹ്വാനമുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഒരുക്കമുണ്ട്. പ്രിയപ്പെട്ടവരെയും, യുദ്ധക്കളത്തിലാണ്, പല രീതിയിലുള്ള പോരാട്ടങ്ങളിലാണ്. എന്നാൽ ഇവിടെ ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം ഹൃദയത്തോട് ദൈവമക്കൾ ചേർത്ത് വെക്കുക. ലജ്ജിച്ചു പോകാത്തൊരു ജീവിതം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും, സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, മനുഷ്യരിൽ ആശ്രയിക്കുന്നവരും പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നവരും ലജ്ജിച്ചു പോകും. മനുഷ്യരിൽ ആശ്രയിക്കുന്നവരും പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നവരും ലജ്ജിച്ച് പോകും. എന്നാലോ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ലജ്ജിച്ച് പോകുകയില്ല. പ്രിയപ്പെട്ടവരെയും, നാം ദൈവത്തിൽ ആശ്രയിക്കുവാൻ തീരുമാനമെടുക്കുക. കർത്താവിനെ
ഉള്ളങ്ങളിൽ സ്വീകരിച്ച് യേശുവിന്റെ മകനും മകളുമായി ജീവിപ്പാൻ തീരുമാനമെടുക്കുക. ജീവിതഗതികൾ മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, നീ ശത്രുവിനോട് സംസാരിക്കുമ്പോൾ 126 സങ്കീർത്തനം 5-ാം വാക്യം, വാതിക്കൽ വെച്ച് ശത്രുവിനോട് സംസാരിക്കുമ്പോൾ അവൻ ലജ്ജിച്ചു പോകുകയില്ല. നീ ശത്രുവിനോട് ഏറ്റുമുട്ടുമ്പോൾ ലജ്ജിച്ചു പോകുകയില്ല. എങ്ങനെയാണെങ്കിൽ കർത്താവിന് സ്ഥാനം കൊടുക്കുന്നവരാണെങ്കിൽ. ഇനി 1-ാമത്തെ വാക്യം പോലെ വായിക്കാം. നീ ലജ്ജിച്ചു പോകാത്തൊരു ജീവിതമാകണമെങ്കിൽ നീ കർത്താവിനൊപ്പമാകണം. നീ നിന്റെ ഭവനത്തെ യേശുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. എന്നിട്ട് പറയാണ്, കർത്താവ് ഭവനം പണിയാതിരുന്നാൽ പ്രിയപ്പെട്ടവരെ നീ ലജ്ജിച്ചു പോകും. നിന്റെ ഭവനം, എന്റെ വീട്, നമ്മുടെ ജീവിതം കർത്താവ് പണിയട്ടെ. ഞാനും നിങ്ങളും പണിത് നിർത്താം. നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിച്ച് പണിതിട്ട് പലരും പരാജയപ്പെട്ടില്ലേ? ഒരുക്കി വെച്ചത് നഷ്ടപ്പെട്ടു പോയില്ലേ? പ്രയോജനകരമായി തീർന്നോ? ഇല്ല, ഒന്നും പ്രയോജനമായി തീർന്നില്ല. പ്രിയപ്പെട്ടവരെ, ബലഹീനനായ എന്റെ ജീവിതത്തിൽ ഒരുപാട് സാക്ഷ്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ഒരുപാട് സമ്പത്തുകളോ ഒരുപാടൊന്നും നേടിയെടുത്തിട്ടില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആവശ്യഘട്ടങ്ങളില് ദൈവം മനോഹരമായി ഏറ്റവും പ്രയോജനകരമാക്കി തീർക്കുന്നത് എത്രയോ പ്രാവശ്യങ്ങൾ ഞാൻ അനുഭവിച്ചു. പ്രിയപ്പെട്ടവരെ, അധ്വാനിക്കരുതെന്നല്ലോ പറഞ്ഞതിന്റെ അർത്ഥം. ജോലി ചെയ്യരുതെന്നല്ല അർത്ഥം. സമ്പാദിക്കരുതെന്നുമല്ല അർത്ഥം വരുന്നത്. മറിച്ച് ഞാൻ സ്വയമല്ല പണിയേണ്ടത്. എന്റെ ഭവനം കർത്താവ് പണിയണം. കർത്താവ് പണിയാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കൂ, നിങ്ങൾ ലജ്ജിച്ചു പോകില്ല. യേശുവിനെ നിങ്ങളുടെ ഭവനത്തിലേക്ക് സ്വീകരിച്ചിട്ട് കർത്താവിനോട് പറയണം, കർത്താവേ, നീ എന്റെ ഭവനത്തെ പണിയണം. നീയാണ് രാജാതിരാജാവ്, നീയാണ് അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവ്. നിന്നിലൂടെയാണ് സകലതും ജാതമാകുന്നത്. നിന്നിലൂടെയാണ് സകല നിയന്ത്രിതമാകുന്നത്. നീ എന്താവോ നീ തന്നെയാണ്. കർത്താവേ, നീ എന്റെ ഭവനത്തെ പണിയണം. നിങ്ങൾ പൊട്ടിയ ഭവനമായിരിക്കും നിങ്ങളിത്. പൊട്ടിയ ഭവനം എന്ന് പറഞ്ഞാൽ മക്കളും അപ്പനും മക്കളും തമ്മില്, മാതാപിതാക്കളും മക്കളും തമ്മിൽ സ്വരച്ചേർച്ചയില്ല. ഭാര്യ-ഭർത്തൃ ബന്ധങ്ങളില്, സാമ്പത്തിക മേഖലകളില് അസ്വസ്ഥതകളാകാം. സർവശക്തനായ ദൈവം നമ്മുടെ മധ്യമുണ്ട്. നിങ്ങൾ ദൈവത്തോട് പറ, കർത്താവേ, എന്റെ ഭവനം നീ പണിതു തരണം. എന്റെ ഭവനത്തിൽ നീ രക്ഷകനായി വാഴണം. നിന്റെ സാന്നിധ്യം എന്റെ ഭവനത്തിൽ നിറഞ്ഞു നിൽക്കണം. നീ അതിനെ പണിയണം. ഹല്ലേലൂയാ. എന്റെ ദൈവമേ, നീ എത്ര മനോഹരമായി എന്നെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ലജ്ജിച്ചു പോകാത്ത ഒരു ജീവിതം നമുക്ക് ലഭിക്കുകയാണ്. 2, നാം എല്ലാവരും ജോലി ചെയ്യുന്നവരാണ്. നാം അധ്വാനിക്കുന്നവരാണ്. രാത്രികാലം മുഴുവനും കടലിൽ വല വീശിയിട്ട് ഒന്നും കിട്ടാത്ത ശിഷ്യന്മാർ യേശുവിന്റെ വാക്ക് കേട്ട് വല വീശുമ്പോൾ വല കീറുന്ന രീതിയിൽ ധാരാളം മത്സ്യം കിട്ടുന്നത് നമുക്ക് കാണാനായിട്ട് സാധ്യമാകുകയാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നാം ജോലി ചെയ്യുന്നത് ഏറെ അനുഗ്രഹമാണ്. ദൈവം നമുക്ക് അനുഗ്രഹത്തോടെ ജോലി ചെയ്യാൻ ആരോഗ്യം തന്നിരിക്കുന്നു. ദൈവത്തെ നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. എല്ലാവരും എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നാൽ ജോലി മേഖല കൊണ്ടും ജോലി സ്ഥലങ്ങൾ കൊണ്ടും നമ്മുടെ സാഹചര്യം കൊണ്ടും നമ്മൾ ലജ്ജിച്ചു പോകാതെ ഇരിക്കണമെങ്കിൽ നാം ഈ സത്യം മനസ്സിലാക്കണം. അധ്വാനിക്കുന്നത് വെറുതെ ആകാതിരിക്കാൻ യേശുവിനോടൊപ്പം അധ്വാനിക്കണം. ഹല്ലേലൂയാ. യേശുവിനോടൊപ്പം അധ്വാനിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ അധ്വാന മേഖലയും നമ്മുടെ ജോലി മേഖലയും യേശുവിന്റെ കരങ്ങളിലേക്ക് ദിവസവും നിങ്ങൾ സമർപ്പിക്കുന്ന സ്വഭാവമുള്ളവരായി മാറുക. നിങ്ങളുടെ കരം പിടിച്ച് ദൈവം നിങ്ങളെ നടത്തും. നിങ്ങളുടെ കരം പിടിച്ച് ദൈവം നിങ്ങളെ പരിപാലിക്കും. നിങ്ങളുടെ കരം പിടിച്ച് ദൈവം നിങ്ങളെ സംരക്ഷിക്കും. ഉള്ളം കരങ്ങളിൽ അവൻ നിങ്ങളെ വഹിക്കും. അവൻ നിങ്ങളെ പരിപാലിക്കും. ഒന്നിനും കുറവില്ലാതെ ദൈവം നിങ്ങളെ കൊണ്ടുപോകുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും കാത്തു സൂക്ഷിക്കുന്നവരാണ്. നമ്മുടെ സ്വത്ത് കാത്തു സൂക്ഷിക്കാറുണ്ട്, സമ്പത്ത് കാത്തു സൂക്ഷിക്കാറുണ്ട്, മക്കളെ കാത്തു സൂക്ഷിക്കാറുണ്ട്. ദൈവമേ, ഞാനൊരു സത്യമെന്ന് മനസ്സിലാക്കുന്നു. എന്റെ കരുതലുകളോ എന്റെ കാവലോ ഒന്നും പ്രയോജനകരമാകുന്നില്ല. എന്നാൽ നീ നിന്റെ മക്കളെ, സമ്പത്ത്, ജോലി, കുടുംബമെല്ലാം യേശുവിന്റെ കാവലിലേക്ക് സമർപ്പിക്കുക. ലജ്ജിച്ചു പോകേണ്ടി വരില്ല. ദൈവം പട്ടണം കാക്കുന്നില്ല എങ്കിൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. ഞാൻ അങ്ങനെയല്ല. ഇന്ന് രാത്രി എന്റെ ജീവിതത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത്, ദൈവമേ, നീ എന്റെ ജീവിതത്തെ സംരക്ഷിക്കണമേ. നീ എനിക്ക് കാവൽക്കാരനായി, സൂക്ഷിപ്പുകാരനായി, അനുഗ്രഹിക്കുന്നവനായി, നേർവഴി നടത്തുന്നവനായി നിൽക്കുന്നതായി ഞാൻ ധ്യാനിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, അങ്ങനെ ഞാനും നിങ്ങളും ദൈവത്തിന്റെ തിരുസന്നിധിയില് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലജ്ജിച്ചു പോകാത്തൊരു സാഹചര്യം കിട്ടുകയാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ജീവിതം വിജയിക്കുന്നത് അവന്റെ അവസാന കാലഘട്ടത്തിലാണ്.
ഒരു മനുഷ്യൻ മരണത്തെ സ്വീകരിക്കുമ്പോൾ അറിയാം അവന്റെ ജീവിതത്തിൽ ഇത്രമാത്രം വിജയിച്ച ആ ജീവിതമാണ് എന്നുള്ളത്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് മരണാനന്തരം ഒരു സ്വർഗീയ ആവാസമുണ്ട്. ഞാൻ യാത്ര തിരിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. അങ്ങനെ ഒരു ചിന്ത നമ്മെ എല്ലാവരെയും ഭരിക്കട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ നമുക്ക് കർത്താവിനെ വാഴ്ത്താം. നന്ദിയോടെ ഞങ്ങൾ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ 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 സ്തുതിക്കുന്നു കർത്താവേ. നല്ലവനും വല്ലഭനുമായ എന്റെ കർത്താവും ദൈവവുമായവനെ, നല്ലവനായ യേശുവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വീകരിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ സ്തുതി കരേറ്റുന്നു. ഹല്ലേലൂയ. വിശുദ്ധ ദൈവമേ, പരിശുദ്ധ കർത്താവേ, തങ്കച്ചോര കൊണ്ട് ശിരസ് മുതൽ പാദം വരെ ഞങ്ങളെ കഴുകി ഞങ്ങൾക്കുള്ളതെല്ലാം നിന്റെ കരങ്ങളിൽ സംരക്ഷണത്തിനായി ഏൽപ്പിച്ചു തരുന്ന ഈ നാഴിക ദൈവമേ, നിന്റെ രക്തം കൊണ്ട് നീ ഞങ്ങളെ പുതിയതാക്കി തീർക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സംരക്ഷിക്കുന്നവൻ അവനായാൽ പിന്നെ ഒരു ശത്രുവിനും കടന്നു വരാൻ കഴിയില്ല. ഞാൻ ആടുകളുടെ വാതിലാകുന്ന വചനം കേട്ടിട്ടില്ലേ? ആ വാതിലിലൂടെ അകത്ത് കിടക്കുന്നവൻ പുറത്തു പോകുന്നവൻ അനുഗ്രഹിക്കപ്പെടും. ഒരിക്കൽ ദൈവത്തിന്റെ സംരക്ഷണ വലയത്തിലേക്ക് പ്രവേശിച്ചവനില് അവകാശം പിടിക്കാൻ ഒരു ശത്രുവിനും സാധ്യമാകുന്നില്ല. ദൈവത്തെ നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വാഴ്ത്താം, സ്തോത്രം ചെയ്യാം. ദൈവങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ലജ്ജിച്ചു പോവുകയില്ല. പ്രിയപ്പെട്ടവരെയും ചില ആളുകൾ നന്നായി കഷ്ടപ്പെടുന്നു, അധികാലത്ത് എഴുന്നേൽക്കുന്നു, നന്നായിട്ട് കിടപ്പാൻ താമസിച്ചിട്ട് വലിയ ചിന്തകളോടുകൂടെ വലിയ ഭാരത്തോടുകൂടെ ജോലി ചെയ്യുന്നു, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. ദൈവങ്ങളെ, നാല് ലജ്ജിച്ചു പോകാത്തൊരു ജീവിതം കിട്ടാൻ നീ ജോലി ചെയ്യുന്നതിന് മുമ്പ്, അധ്വാനിക്കുന്നതിന് മുമ്പ് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ജോലി ചെയ്യുക. നിങ്ങൾ ജോലി ചെയ്യുന്നതിന് ഒരു പങ്ക് ദൈവിക ശുശ്രൂഷയ്ക്ക്, ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ ജോലി ചെയ്യുന്നതിന്റെ ഒരു പങ്ക് നിങ്ങൾ മാറ്റിവെക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നവരായി മാറുകയാണ്. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് എല്ലാം നേടിയിട്ട് ഒന്നും കിട്ടാത്ത ഒരുപാട് ആളുകളെ നമ്മുടെ ചുറ്റുപാടും കാണുമ്പോൾ ഇന്ന് തിരുവചനം കേൾക്കുന്ന ദൈവമക്കളെ, ഞാനും നിങ്ങളും പ്രത്യേകതയുള്ളവരും അനുഗ്രഹിക്കപ്പെട്ടവരും വിശുദ്ധീകരിക്കപ്പെട്ടവരും ദൈവകൃപയുള്ളവരും ദൈവ തേജസ്സുള്ളവരുമാണെന്ന് മറന്നു പോകരുത്. നിങ്ങൾ പറ, യേശുവേ, ഞാൻ തീരുമാനമെടുക്കുന്നു, ഞാൻ അധ്വാനിക്കുന്നതിന്റെ ഒരു പങ്ക് കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടി സമർപ്പിക്കും. ഹല്ലേലൂയ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുവാനായിട്ട് സാധ്യമാകും. ദൈവത്തെ നമുക്ക് വാഴ്ത്താം, ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം, ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പരിശുദ്ധ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തെ നമുക്ക് ആരാധിക്കാം. എല്ലാവരും ഒന്ന് പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം കരുതുന്നു, ദൈവം നമ്മെ സംരക്ഷിക്കുന്നു. ഇനി നോക്ക്, തന്റെ പ്രിയപ്പെട്ടവര്, അനേക ആളുകൾ ഇങ്ങനെ ലജ്ജിച്ചു പോകുമ്പോൾ തന്റെ പ്രിയപ്പെട്ടവര് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ദൈവത്തോട് നിറഞ്ഞ് ജീവിക്കുമ്പോൾ അവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നു. അതിന് പറഞ്ഞ വാക്ക് ഉറക്കം കൊടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് അസ്വസ്ഥത വരികയില്ല. നിങ്ങളെ കരുതുന്നവൻ, നിങ്ങളെ പരിപാലിക്കുന്നവൻ, നിങ്ങളെ സംരക്ഷിക്കുന്നവൻ, നിങ്ങളെ വഴി നടത്തുന്നവൻ നിങ്ങളോട് കൂടെയുണ്ട്. യേശു ജീവിക്കുന്നു. God Jesus, we praise you. Thank you God. യേശു ജീവിക്കുന്നു. എത്ര വലിയ സ്നേഹമാണല്ലേ, എത്ര വലിയ കരുതലാണല്ലേ, എത്ര വലിയ അനുഗ്രഹമാണല്ലേ. ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പിന്നീട് നന്ദിയുള്ളവരായി മാറുകയാണ്. നിങ്ങളുടെ സ്വഭാവം മാറുകയാണ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറുകയാണ്. നിങ്ങൾക്കുള്ളതെല്ലാം ദൈവം തന്നതാണെന്ന് പറയും. ഈ നിങ്ങളുടെ മക്കൾ കർത്താവിന്റെ ഓഹരിയാണെന്ന് സമ്മതിക്കും. ഗർഭഫലം ദൈവം തന്നതാണ് സമ്മതിക്കും. എനിക്കുള്ളതെല്ലാം, എന്റെ മക്കൾ, സമ്പത്ത്, ബന്ധുക്കൾ എല്ലാം, സുഹൃത്തുക്കളെല്ലാം യേശു എനിക്ക് തന്നതാണെന്ന് പറയും. അങ്ങനെ ഒരു സമർപ്പണ ജീവിതത്തിന്റെ പൂർത്തീകരണം നന്ദി പറച്ചിലൂടെ ആകുന്നു. സമർപ്പണ ജീവിതത്തിന്റെ പൂർത്തീകരണം നന്ദി പറച്ചിലൂടെ ആകുന്നു. അങ്ങനെ ആ മനുഷ്യൻ ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ ബലമുള്ളവനായി, ലജ്ജിക്കപ്പെടാത്തവനായി മാറുന്നു. ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം, നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. കർത്താവേ,
അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളെ ബ്ലസ് ചെയ്തതിനായി നന്ദി പറയുന്നു. ഞങ്ങൾക്കുള്ളതെല്ലാം അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. ലജ്ജിച്ചു പോകാത്തൊരു ജീവിതം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളൊരു വിശുദ്ധനായി മാറണമേ. ഞങ്ങളുടെ പാപം ക്ഷമിച്ചു തരണമേ. ഞങ്ങളുടെ മക്കളെ ദൈവം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കാനുള്ള ജ്ഞാനം കൊടുക്കണമേ. അവരുടെ ബുദ്ധിയെ തുറക്കണമേ. അവർക്ക് ഓർമ്മശക്തി കൊടുക്കണമേ. പരിജ്ഞാനം കൊടുക്കണമേ. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു പഠിക്കാൻ. ദൈവമേ, നിന്റെ കൃപ നീ ഞങ്ങൾക്ക് നൽകണമേ. ഗോഡ് ജീസസ് വി പ്രൈസ് യു. താങ്ക് യു ഗോഡ്. യേശുവിന്റെ തിരുരക്തം കൊണ്ട് ഞങ്ങൾ ശിരസ് മുതൽ പാദം വരെ കഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ വാഴ്ത്തുന്നു കർത്താവേ. ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജോലി മേഖലയുടെ ദൈവം വാഴ്ത്തണമേ. യേശുവിന്റെ രക്തം കൊണ്ട് ഞങ്ങളുടെ ആരോഗ്യ മേഖലയെ ദൈവം അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. യേശുവിന്റെ കരങ്ങളെല്ലാം സമർപ്പിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷ ഏറ്റെടുത്തിടുന്ന കുടുംബത്തെ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതത്തില് എല്ലാ വഴികളിലും അവരെ വാഴ്ത്തണമേ. അവരെ അനുഗ്രഹിക്കണമേ. അവർക്ക് ബ്ലെസ്സിംഗ് കൊടുക്കണമേ. അവരെ സഹായിക്കണമേ. അവരെ ഉണർത്തണമേ. അവർക്ക് ഉയർച്ച കൊടുക്കണമേ. അവർക്ക് സൗഖ്യം കൊടുക്കണമേ. അവർക്ക് ആശ്വാസം കൊടുക്കണമേ. അവർക്ക് പരിപാലന കൊടുക്കണമേ. അവരെ ഉള്ളംകരങ്ങൾ വഹിക്കണമേ. കുറവില്ലാത്തവരായി, കുറവ് തീർന്നവരായി അനുഗ്രഹത്തോടെ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ജയം പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ജീസസ് വി പ്രൈസ് യു. താങ്ക് യു ഗോഡ്. ദൈവത്തിന് സ്തുതി, കർത്താവിന് മഹത്വം. നല്ലവനായ യേശുവേ, അങ്ങേ ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ വിഷയങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവായ ശംശിക വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയമേ, തമ്പുരാനെ പറ്റിയ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. കർത്താവിൽ സ്നേഹമുള്ളവരെയും എല്ലാ ദൈവമക്കളോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ വളരെ സ്നേഹത്തോടു കൂടി അറിയിക്കുന്നു. ഒരു കുടുംബാംഗമായി ലോകം മുഴുവൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവം ഉത്തരം നൽകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും, പരീക്ഷ എഴുതുന്നവരും പരാജയപ്പെട്ടവരും എല്ലാവരും യേശുവിന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പുണ്യപ്പെട്ട കരം നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കുമ്പോൾ ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. നാളെ വൈകുന്നേരവും എല്ലാ ദിവസവും നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മെ സംരക്ഷിക്കട്ടെ. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.